ഹായ്, എൻ്റെ പേര് അഭിരാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആങ്സൈറ്റി, ഡിപ്രഷൻ മുതലായ ചില ഡിസോർഡറുകളെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തു പോകുന്നതാണ്. ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ എല്ലാവരിലും വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ, ഒരു പാർട്ടിയിൽ പങ്കെടുക്കുമ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ ഉത്കണ്ഠ വളരാവും. അത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മളെ സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറാനും അതുപോലെ കൂടുതലായി അലേർട്ട് ആയിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ ആങ്സൈറ്റി ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ആങ്സൈറ്റി ഡിസോർഡറുകൾ എന്ന് പറയാം. നോർമലായിട്ടുള്ള ആങ്സൈറ്റി അനുഭവപ്പെടുന്നതിന് നമുക്കൊരു സിറ്റുവേഷൻ ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു നിശ്ചിത ഇവൻറ്റിൽ മാത്രമാണ് നമുക്ക് ആങ്സൈറ്റി അനുഭവപ്പെടുന്നത്. പക്ഷേ ഇത് ഡിസോർഡർ ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു സിറ്റുവേഷൻ്റെ ആവശ്യമില്ല, നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ ഈ ആങ്സൈറ്റി ഫീൽ ആവും. നോർമൽ ആങ്സൈറ്റിക്ക് എപ്പോഴും ഒരു തുടക്കവും ഒടുക്കവും ഉണ്ടാവും. പക്ഷേ ആങ്സൈറ്റി ഡിസോർഡർ ആകുമ്പോൾ അത് മാസങ്ങളോ വർഷങ്ങളോ ആഴ്ചകളോ നീണ്ടു നിൽക്കും. ഈ സമയങ്ങളിൽ വളരെയധികം ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് ആളുകളിൽ ഫീൽ ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റും. നോർമലി നമുക്ക് അനുഭവപ്പെടുന്ന ആങ്സൈറ്റികൾ ഒന്ന് മോട്ടിവേറ്റഡ് ആകുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് റിലാക്സ്ഡ് ആകുമ്പോഴോ നമ്മൾ ഇന്നും പോകുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്ക് ആങ്സൈറ്റി ഡിസോർഡറുകളുണ്ട്, ഒരുപാട് ആങ്സൈറ്റി ഡിസോർഡറുകളുണ്ട്, പല പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. പക്ഷെ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ആങ്സൈറ്റി അറ്റാക്ക് എന്താണെന്ന് ഞാൻ പറയാം. ഒരു ജോലി ഒരു നിശ്ചിത സമയത്തേക്ക്, ഓവർലോഡ് ആയിട്ടുള്ള ഒരു ജോലി ഒരു നിശ്ചിത സമയത്തേക്ക് തീർക്കാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് തീർക്കാൻ പറ്റിയില്ല. അതായത് ആ സെഷൻ്റെ അവസാനം നിങ്ങൾ വളരെയധികം ഫോക്കസ് നഷ്ടമായി, വളരെയധികം കഷ്ടപ്പെട്ട് ഇറിറ്റേറ്റഡ് ആയിരിക്കുന്ന അവസ്ഥ, നിങ്ങൾക്ക് ഒന്നിനും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇതാണ് ആങ്സൈറ്റി അറ്റാക്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ. ജനറൽ ആങ്സൈറ്റി ഡിസോർഡറിൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള ചില ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ, ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാകുന്ന ടെൻഷൻസ്, അതുപോലെ തന്നെ എപ്പോഴും ഫോക്കസ് നഷ്ടപ്പെട്ട് ഇറിറ്റേറ്റഡ് ആയിരിക്കുന്ന അവസ്ഥ, വലിയൊരു അപകടം നമ്മളെ മുന്നിലുണ്ടെന്നുള്ള തോന്നൽ, മോശം കാര്യം സംഭവിക്കാൻ പോകുന്നു എന്നുള്ള തോന്നൽ. ഫിസിക്കലായിട്ടുള്ള ചില ലക്ഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് എപ്പോഴും കൈകാലുകളിൽ വിയർക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ റേറ്റ് കൂടും, ഹൃദയമിടിപ്പിൻ്റെ റേറ്റ് കൂടും, തലവേദന, അതുപോലെ തലകറക്കം, ദഹന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് നോർമലി കണ്ടുവരുന്നത്. ഉറക്കമില്ലായ്മയും ഇവിടെ ഒരു റീസൺ ആയിട്ട് പറയാം. ആങ്സൈറ്റി അറ്റാക്കിനേക്കാൾ കുറച്ചുകൂടി കൂടിയൊരു വേർഷനാണ് പാനിക് അറ്റാക്കുകൾ. ഭയം ഇവിടെ പീക്ക് ലെവലിലായിരിക്കും. അതുപോലെ തന്നെ ഇത് ചെറിയ സെഷനിലേക്ക് നീണ്ടു നിൽക്കുന്നതാണ്. പാനിക് അറ്റാക്കിൻ്റെ സിംറ്റംസ് പറഞ്ഞു പോയാൽ അനിയന്ത്രിതമായിട്ടുള്ള ഒരു ഭയം ബിൽഡ് ചെയ്യുക, അതുപോലെ തന്നെ കൈകാലുകളിലെ വിറയൽ, ഹാർട്ട് അറ്റാക്ക് വരുന്നു എന്ന തരത്തിലുള്ള ഭയം ഉള്ളിലുണ്ടാവുക, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഇമോഷൻസ് ഫീൽ ചെയ്യുക, വയറിലുണ്ടാവുന്ന കൊളുത്തിപ്പിടി, അതുപോലെ തന്നെ അമിതമായ ചെസ്റ്റ് പെയിൻ. ഈ ചെസ്റ്റ് പെയിൻ കാരണം പലപ്പോഴും പാനിക് അറ്റാക്ക് ഹാർട്ട് അറ്റാക്കായി തെറ്റിദ്ധരിക്കപ്പെടാറുമുണ്ട്. പാനിക് അറ്റാക്ക് വന്ന അയാൾ കാണിച്ചു കൂട്ടുന്ന ചില കാര്യങ്ങൾ, അതായത് ഇത് കുറയാൻ വേണ്ടി എന്ന രീതിയിൽ അയാൾ ഡീപ് ബ്രെത്ത് എടുക്കുന്നതും മറ്റും ഇതിൻ്റെ തോത് കൂട്ടുകയും ഇത് എക്സ്ട്രീമായിട്ട് മാറുകയും ചെയ്യുന്നതാണ്. അതേ തുടർന്ന് ദീർഘമായിട്ടുള്ള സെഷനോട് കൂടിയ പാനിക് അറ്റാക്കും അതുപോലെ എക്സ്ട്രീം വേർഷനോട് കൂടിയ പാനിക് അറ്റാക്കും സംഭവിക്കാനുള്ള ചാൻസ് കൂടും. ഈ പാനിക് അറ്റാക്ക് ഒരു ഡിസോർഡറായി മാറുന്നത്, അതായത് പാനിക് ഡിസോർഡർ എന്ന തലത്തിലേക്ക് പോകുന്നത്, ഇത് കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ ഇടയ്ക്കിടെ വരുമ്പോൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ ഇത് വരുമ്പോൾ ആളുകൾ ഇതിനെ ഭയന്നുകൊണ്ട് പബ്ലിക്കായിട്ടുള്ള അപ്പിയറൻസ് ഒഴിവാക്കും. പബ്ലിക്കലി ഇവർ പോകുന്ന സ്ഥലങ്ങളിൽ, അതായത് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇവർക്ക് അത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്ഥലങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന തലത്തിലേക്ക് വരും. അപ്പോൾ എന്ത് പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഡിസോർഡറായി മാറാൻ തുടങ്ങും. സത്യം പറഞ്ഞാൽ ഇത് ട്രീറ്റബിൾ ആണ്, വളരെ സക്സസ്ഫുള്ളി ട്രീറ്റബിൾ ആയിട്ടുള്ളൊരു ഡിസീസാണ് പാനിക് ഡിസോർഡർ എന്ന് പറയുന്നത്. അടുത്ത ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഒബിസീവ് കമ്പൽസറി ഡിസോർഡർ ആണ്, OCD എന്ന് പറയും. ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും അനിയന്ത്രിതമായ ചിന്തകളാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഒരു സിനാരിയോയെ പറ്റി അല്ലെങ്കിൽ അയാൾ കടന്നുപോയ പാസ്റ്റിലെ ഉണ്ടായ ഒരു സംഭവത്തെ പറ്റി വീണ്ടും വീണ്ടും റിപ്പീറ്റഡ്ലി ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നിയന്ത്രിക്കാൻ കഴിയാത്ത ചിന്തകൾ. അതായത് നമ്മൾ വീടിൻ്റെ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന്, ലോക്ക് ചെയ്തിട്ടുണ്ടോ ഉറപ്പുണ്ടെങ്കിൽ പോലും വീണ്ടും വീണ്ടും നമ്മൾ അത് തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ കൈ കഴുകിയിട്ട് വീണ്ടും വീണ്ടും ചിലർ റിപ്പീറ്റഡ്ലി കഴുകുന്നതും OCD കാരണമാണ്. ഈവൻ നമ്മൾ ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചിന്തകൾ വരെ അനിയന്ത്രിതമായി നമ്മളെ മനസ്സിലേക്ക് കടന്നുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് ഡിസോർഡർ എന്ന് പറയുന്നത് ഹോർഡിംഗ് ഡിസോർഡർ. ഇത് ചില ആളുകൾക്ക് ചില പ്രത്യേക വസ്തുക്കളോടോ ഈവൻ മൃഗങ്ങളോടോ പോലും പ്രത്യേക അറ്റാച്ച്മെൻറ്റ്, അതായത് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വെച്ച് പുലർത്തുന്നതായിട്ട് കാണാൻ പറ്റും. ഇത്തരം വസ്തുക്കൾ അല്ലെങ്കിൽ ജീവികളെ നഷ്ടപ്പെടുമ്പോൾ അവർ വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതായിട്ടും കാണാൻ പറ്റും. പ്രത്യേകിച്ച് വലിയ ഉപയോഗമില്ലാത്ത യൂസ്ലെസ് ആയിട്ടുള്ള പഴയ റെസിപ്റ്റ്സ്, ഫുഡ് കണ്ടെയ്നേഴ്സ്, പഴയ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും വസ്ത്രങ്ങളൊക്കെ, ഇത്തരം വസ്തുക്കളോടൊക്കെ ഈ തരത്തിലുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വെച്ച് പുലർത്തുന്നതായിട്ട് കാണാം.
ഇതിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ഈ പറയുന്ന അറ്റാച്ച്മെൻ്റ് കൂടിയ സാധനങ്ങളോ മൃഗങ്ങളെയോ ആ, പിന്നീട് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ ആ ഒരു മാനസികാവസ്ഥയിൽ അവരുടെ ലിവിങ് സ്പേസിൽ വീട്ടിലൊക്കെ വലിച്ചു വാരി ഇടുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു ഓർഡറും ഇല്ലാതെ മറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അവരുടെ ആ വസ്തുക്കൾ അവരുടെ ലൈഫുമായി ബന്ധപ്പെട്ട് കിടക്കുമ്പോഴാണ് ഇതൊരു ഡിസോർഡർ എന്ന് പറയാൻ പറ്റുന്നത്. ഇനി ഇതേ കേസ് ചില ജീനിയസ് ആയിട്ടുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈൽ നോക്കിയാലും അവരും ചില കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിസോർഡറിലാണ് ചെയ്യുന്നത് അല്ലേ. അവർക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളും ഡിസോർഡർ ആയിട്ട് കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും രണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഫോബിയാസ് എന്ന് പറയുന്നതും ഒരു തരം ആങ്സൈറ്റി ഡിസോർഡർ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. മൃഗങ്ങളോടോ ചില സ്ഥലങ്ങളോടോ സന്ദർഭങ്ങളോടോ ഉള്ള നമ്മൾ ആവശ്യമില്ലാത്തതോ അല്ലെങ്കിൽ അളവിൽ കൂടിയതോ ആയ ഭയം, ഇത് എല്ലാ മറ്റുള്ള ഡിസോർഡറുകളും പോലെ തന്നെ നമ്മൾ ഒഴിവാക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളിലെ ഭയം കൂട്ടിക്കൊണ്ടിരുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ചിലർ പറയുന്നേക്കാം സൂചി വെക്കാനുള്ള മടി, സൂചി വെക്കാനുള്ള ഭയം, അതുപോലെ ചില മൃഗങ്ങളോടുള്ള ഭയം, പാറ്റകളോടുള്ള ഭയം. നെക്സ്റ്റ് ഡിസോർഡർ എന്ന് പറയുന്നത് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ. നമുക്ക് സ്റ്റേജിൽ കയറാനുള്ള ഭയം, സഭാകമ്പം, അതുപോലെ നമുക്ക് തൊട്ടടുത്തുള്ള ടൗണിൽ പോയി ആളുകളെ ഫേസ് ചെയ്യാൻ പോലും അല്ലെങ്കിൽ അവരെ സംസാരിക്കാനും സാധനങ്ങൾ വാങ്ങാനും പോലുമുള്ള ഭയം, ഇതൊക്കെയാണ് സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുന്നത്. ആളുകൾ നെഗറ്റീവ്ലി നിങ്ങളെ നോക്കിക്കാണും അല്ലെങ്കിൽ ഹ്യൂമിലേറ്റ് ചെയ്യും എന്നുള്ള രീതിയിലുള്ള ഭയമാണ് സത്യത്തിൽ ഈ സോഷ്യൽ ആങ്സൈറ്റിയുടെ കോർ എന്ന് പറയുന്നത്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ഈ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വളരെ ഷോക്കിംഗ് ആയിട്ടോ ഉള്ളതായ ചില ലൈഫ് ഇൻസിഡൻസിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന ആങ്സൈറ്റി ഡിസോർഡറാണിത്. സത്യത്തിൽ ഇൻസിഡൻറ്റിന് ശേഷമാണ്, ആഫ്റ്റർ ദി ഇൻസിഡൻ്റ് ആണ് ഇത്തരത്തിലുള്ള ആങ്സൈറ്റി ഡിസോർഡർ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസിഡൻറ്റിനെ പറ്റിയുള്ള ചിന്തകൾ നമ്മളെ ഹണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഈ ഫ്ലാഷ് ബാക്ക് നമ്മളെപ്പോഴും ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. ബാഗ് മിൽഖ ബാഗ് എന്ന സിനിമയിൽ ആ ഫൈനൽ റേസിൽ നായകൻ അവൻ്റെ കുട്ടിക്കാലത്തെ ചില ഓർമ്മകൾ ഓർത്തെടുക്കുന്നുണ്ട് അല്ലേ. ആ ഒരു ഒറ്റ വീഡിയോയിൽ അവന് ചില കാര്യങ്ങളിൽ ഫ്ലാഷ് ബാക്കിലോട്ട് പോയി. അപ്പോഴാണ് ആ റേസ് തോക്കുന്നത്. ഇത് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് കണക്കാക്കാം. ഈ ഡിസോർഡർ അനുഭവപ്പെടുന്ന ആളുകൾ പതിവിൽ കൂടുതലായി വിജിലൻ്റ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. ഇത്തരം ഫ്ലാഷ് ബാക്കുകൾ ഓർത്തെടുക്കുമ്പോൾ അവർ കൂടുതലായി വിജിലൻ്റ് ആവും, കൂടുതലായുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലത്തെ നോർമലി എല്ലാ ഡിസോർഡറും പോലെ തന്നെ ഇതുപോലെ നമ്മളെ ഫ്ലാഷ് ബാക്ക് ഓർമ്മിപ്പിക്കുന്ന ഇവൻറ്റ്സ്, ആളുകൾ, സന്ദർഭങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇവർ അവോയ്ഡ് ചെയ്യും. അല്ലെങ്കിൽ അത്തരം സിറ്റുവേഷനിൽ നിന്നൊക്കെ ഉൾവെലിഞ്ഞ് ജീവിക്കാൻ തുടങ്ങും. ചെറിയ കുട്ടികളിൽ കാണപ്പെടുന്ന ഒരുതരം ഡിസോർഡറാണ് സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ഒക്കെയോ വിട്ടുപിരിഞ്ഞ് നിൽക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ഇത് കാരണം ആ കുട്ടിയുടെ സ്കൂൾ ഗോയിങ് അതുപോലെ മറ്റ് ആക്ടിവിറ്റീസൊക്കെ അവതാളത്തിലാവും. ചെറിയ കുട്ടികളിൽ നല്ലൊരു ശതമാനം പേരിലും കാണപ്പെടുന്ന തരം ഡിസോർഡറാണിത്. ഇത് ഗ്രാജുവലി നമ്മൾ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ സോഷ്യലൈസ് ആകുമ്പോഴോ ഈ പ്രശ്നം മാറിക്കിട്ടും. പക്ഷേ ചില എക്സ്ട്രീം കേസുകളിൽ കൗൺസിലിങ്ങോ മറ്റോ ആവശ്യമായിട്ട് വരും. ആങ്സൈറ്റി വരാനുള്ള റീസൺസ് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായും ലൈഫിൽ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് തന്നെയാണ്. അതുപോലെ ജെനറ്റിക്സും ഇവിടെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഈ ജെനറ്റിക്കലി കിട്ടുന്ന ആങ്സൈറ്റി ഡിസോർഡറുകൾ നമുക്ക് ഏതെങ്കിലും അച്ഛൻ്റെയോ അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പറിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിക്കാം. അതുപോലെ തന്നെ ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിന് അമ്മയ്ക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന ആങ്സൈറ്റി ഇഷ്യൂസ് കുഞ്ഞിലേക്കും വരാനുള്ള ചാൻസും കൂടുതലാണ്. ഇനി ജെനറ്റിക്സ് കൊണ്ട് പറഞ്ഞതുപോലെ അച്ഛനമ്മമാരുടെ അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് സഹവാസമുള്ള ആളുകളിൽ നിന്നോ നമുക്ക് ഇത്തരത്തിലുള്ള ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ടാവാം. കാരണം അവർക്കുണ്ടാകുന്ന ചില തരത്തിലുള്ള ഭയം, നെർവസ് ആവുന്നത്, ഇതൊക്കെ നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങും. വർഷങ്ങളായി നമ്മൾ ചില ഡിസീസോ അല്ലെങ്കിൽ മൊത്തത്തിൽ ബോഡിയിൽ ഉണ്ടാകുന്ന പെയിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഞ്ചുറീസോ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും മൊത്തത്തിലുള്ള നമ്മുടെ ആങ്സൈറ്റി ലെവൽസിനെ ഇൻക്രീസ് ചെയ്യുന്നതിനുള്ള കാരണമാണ്. ഇനി പലരിലും മോസ്റ്റ് അഫക്റ്റഡ് ആയിട്ട് കാണപ്പെടുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. അതായത് ഡൊമസ്റ്റിക് വയലൻസ്, ഡൈവേഴ്സ്, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുന്നത്, ചിലരുടെ മരണം. ഇനി ആങ്സൈറ്റി നിങ്ങളൊരളവിൽ കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന വേറെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് മെമ്മറി ലോസ്, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, ഡിപ്രഷനിലേക്ക് പോവുക, ഹാർട്ട് ഡിസീസുകൾ, ഡയബറ്റിക് ആവുക, ആൻഡ് ചില സെക്ഷൽ പ്രോബ്ലംസ് ലൈക്ക് ടെമ്പററി ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻസ്.